ഹായ് ഹലോ, ഇന്നൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് കടല ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്തു. ഒരു 10-15 കൊച്ചുള്ളി ഉണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ കുക്കറിൽ ഒരു 7 വിസിൽ കേൾക്കുമ്പോഴേക്കും കടല വെന്ത് കിട്ടും. അത് വേവിച്ച് വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ചേർത്തു. അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടു. ഇനി സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരണം. അതുവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 3/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. ഈ പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 സ്പൂൺ കുരുമുളകും പെരുജീരകവും കൂടി ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചതാണ്. അതിലൊരു 1/2 ടീസ്പൂൺ ഇപ്പം ചേർക്കാം. ഇത്രയാണ് പൊടിച്ചത്. 1/2 ടീസ്പൂൺ ചേർത്തു. അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ കടലക്കറിക്ക്. ഇനി ആ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കണം. തക്കാളി അരിഞ്ഞതിട്ടു. ഇനി ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാം കൂടി കറി ഒന്ന് കുറുകിയും വരണമല്ലോ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയൊക്കെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഒന്നുകൂടി ഇളക്കി കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം കറി. പെരിഞ്ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത് ലാസ്റ്റിൽ ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം.
ഒന്നുകൂടി ഇളക്കി ഒന്ന് തിളപ്പിക്കണം. കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടല അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല കുറുകിയത് തന്നെയാണ്. അങ്ങനെ കടലക്കറി ഏകദേശം റെഡിയായി, കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.